ഇസ്രയേലിൽ തനിക്ക് 99% ജനപ്രീതിയുണ്ടെന്നും US പ്രസിഡന്റ് കാലാവധിക്ക് ശേഷം അവിടെ പ്രധാനമന്ത്രിയായി മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ ഈ അസാധാരണ പ്രതികരണം വന്നത്. ഇസ്രയേലിൽ നിലവിൽ തനിക്ക് 99% പിന്തുണയുണ്ട്. ഇന്ന് രാവിലെ ലഭിച്ച ഒരു സർവേ ഫലത്തിലും ഇതാണ് വ്യക്തമാകുന്നത്. അതിനാൽ US പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഇസ്രയേലിലേക്ക് പോയി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കാം, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രശംസിച്ച ട്രംപ് അദ്ദേഹം താൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ ഇസ്രയേലിൽ നെതന്യാഹുവിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറാനുമായി ഒരു സമാധാന കരാറിലെത്താൻ തനിക്ക് യാതൊരു ധൃതിയുമില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ആക്രമണങ്ങളിൽ ആളപായം പരമാവധി കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശാശ്വത സമാധാനത്തിനായുള്ള ചർച്ചകൾ സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാനെതിരെ മറ്റൊരു വലിയ തിരിച്ചടി ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയിലെ ഭൂരിഭാഗം മനുഷ്യരും ഇസ്രയേലിന് US ഭരണകൂടം നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങളെ എതിർക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ദി ന്യൂയോർക്ക് ടൈംസും സീന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് സംഘടിപ്പിച്ച സർവേയിലാണ് ഈ കണ്ടെത്തൽ. അമേരിക്കയിലെ 51% പേരും ഇസ്രയേലിന് സഹായം നൽകുന്നതിനെ എതിർത്തപ്പോൾ 37% ആളുകൾ മാത്രമാണ് സഹായത്തെ അനുകൂലിച്ചതെന്ന് സർവേ പറയുന്നു. കൂടാതെ സർവേയിൽ പങ്കെടുത്തവരിൽ 37% പേർ പലസ്തീനികളോട് കൂടുതൽ അനുഭാവം പുലർത്തുന്നവരാണെന്നും കാണിക്കുന്നു. എന്നാൽ ഇസ്രയേലികളോട് അനുഭാവം പ്രകടിപ്പിച്ചത് 35% പേരാണ്. മെയ് 11 മുതൽ 15 വരെ പ്രായപൂർത്തിയായ 1500 അമേരിക്കൻ പൗരന്മാരെ ഭാഗമാക്കി സംഘടിപ്പിച്ച സർവേയിലാണ് ഈ കണ്ടെത്തലുകൾ. എന്നാൽ ഗാലപ്പ് എന്ന റിസർച്ച് സംഘം മുൻപ് നടത്തിയ ഒരു സർവേയിൽ 41% അമേരിക്കക്കാർ പലസ്തീനികളോട് അനുഭാവം പുലർത്തുന്നതായി കണ്ടെത്തിയിരുന്നു. ഇസ്രയേലികളോട് അനുഭാവം പ്രകടിപ്പിച്ചത് 36% പേരാണ്. പലസ്തീൻ അനുകൂലമായി അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് അമേരിക്കക്കാരുടെ ചിന്താഗതിയുടെ മാറ്റത്തിന് കാരണമെന്നാണ് സർവേ സംഘടിപ്പിച്ച ഏജൻസികളുടെ കണ്ടെത്തൽ. രാഷ്ട്രീയ രംഗത്തും മാധ്യമരംഗത്തും നിലനിൽക്കുന്ന ഇസ്രയേൽ നയങ്ങൾക്ക് അനുകൂലമായ നിയന്ത്രണങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രക്ഷോഭങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. അതേസമയം കരാർ സാധ്യമായില്ല എങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നും ഇറാൻ നേതാക്കൾ കരാറിനായി യാചിക്കുകയാണെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കരാറിലെത്താൻ ഇനിയും വൈകിയാൽ ഇറാനിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നും US പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ വീണ്ടും യുദ്ധം തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് സർപ്രൈസ് ഉണ്ടെന്ന് തിരിച്ചടിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും രംഗത്തെത്തി. അമേരിക്കൻ ഭീഷണിയെ ഭയക്കുന്നില്ലെന്നും തിരിച്ചടി ശക്തമായിരിക്കുമെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്ക ഇറാനെ വീണ്ടും ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ആക്രമണത്തിന് ഉത്തരവിട്ടതിന് 1 മണിക്കൂർ കഴിഞ്ഞാണ് താനത് മാറ്റിവെച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു. US ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ടെഹ്റാൻ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതിനെ തുടർന്ന് യുദ്ധം പുനരാരംഭിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് പറഞ്ഞതിന് 1 ദിവസത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയത്. എന്നാൽ യുദ്ധത്തിലേക്ക് വീണ്ടും തിരിച്ചുവരാൻ US തയ്യാറായാൽ വലിയ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി പ്രതികരിച്ചു. ഇറാനെതിരെ സൈനിക ആക്രമണം നടത്താൻ US പൂർണ്ണ സജ്ജമാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു അരാഗ്ചിയുടെ പ്രസ്താവനയും എത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.